മറ്റൊരു വാർത്ത, അന്താരാഷ്ട്ര കപ്പൽ പാസ് സുരക്ഷിതമാക്കാൻ നാവിക പ്രതിരോധ സഖ്യത്തിന് സൗദി അറേബ്യ. സഖ്യനീക്കത്തിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഭീഷണി അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ഖേഷം ദ്വീപിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക കനത്ത വില നൽകേണ്ടി വരുമെന്ന ഭീഷണി ഇറാൻ മുഴക്കിയ പശ്ചാത്തലമുണ്ട്. അതേസമയം ജോർദാനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർത്തതായി അല്പം മുമ്പ് ഇറാൻ അവകാശപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഒരു തരത്തിലും ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള ഈ നീക്കം, അന്താരാഷ്ട്ര കപ്പൽ പാത സുരക്ഷിതമാക്കുന്ന നീക്കം ഇറാൻ സമ്മതിക്കാനുള്ള സാധ്യതയില്ല. കാരണം പൂർണ്ണമായും ഹോർമുസ് അടക്കം തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ആവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൗദിയുടെ പുതിയ നീക്കം എന്താണ്? ഹോർമുസ് തന്നെയാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടമായി മാറിയത്. അമേരിക്ക ഈ യുദ്ധം ഫെബ്രുവരി 28-ന് ആരംഭിക്കുമ്പോൾ മുതൽ തുടർന്നുള്ള ഇങ്ങോട്ടുള്ള 5 മാസവും ഹോർമുസ് ആയിരുന്നു ഇറാന്റെ പക്കലുള്ള തുറുപ്പ് ചീട്ട്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യുദ്ധം പുനരാരംഭിക്കാൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ യുദ്ധം പുനരാരംഭിക്കാനുള്ള കാരണവും ഹോർമുസ് തന്നെയാണ്. അതായത് ഹോർമുസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ അധീനതയിൽ വേണം എന്ന് ഇറാൻ എല്ലാ ഘട്ടത്തിലും ഉറപ്പിക്കുന്നു. എന്നാൽ അമേരിക്കയാകട്ടെ സമാന്തര ശ്രമങ്ങൾ സജീവമായി നടത്തുന്നു. അതായത് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഹോർമുസിൻ്റെ നിയന്ത്രണത്തിന് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ടുള്ളൊരു നീക്കമായിരുന്നു നടത്തിയത്. പക്ഷേ ആ നീക്കങ്ങളൊന്നും ഈ ഘട്ടം വരെയും ഫലം കാണുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് സൗദി ഇപ്പോൾ നടത്തുന്ന ഈ നിർണായകമായ പുതിയ കരാറിനെ കാണാൻ, അതായത് 43 രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളുടെയും ക്ഷണിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ നാവിക പ്രതിരോധ സഖ്യത്തിന് സൗദി രൂപം നൽകിയിരിക്കുന്നു. ഇതിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചു എന്നതാണ് ഏറ്റവും നിർണായകം. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഭീഷണി അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ ഭാഗത്ത് നിന്ന് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. തുർക്കി, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഈ നിർണായകമായ ഈ ധാരണയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിനോടകം. എന്നാൽ സമാനമായ ഭീഷണി നേരിടുന്ന ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ബാബൽ മന്ദബ് കടലിടുക്ക്, ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലുള്ള ചരക്ക് ഗതാഗതം സുരക്ഷിതമാക്കാനുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് സൗദിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് അലയൻസ്, അതായത് നാവിക പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകിയിരിക്കുന്നത്. സൗദിയുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വിപുലമായ ചർച്ചകൾ ഇനിയും നടക്കുമെന്നും കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ഒപ്പിടുമെന്നുമാണ് സൗദി പറയുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ മുതൽ US-ഉം അമേരിക്കയുടെ എന്തായാലും പിന്തുണ കൂടി സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകണം. കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുമ്പാണ് സൗദി കൂടി യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നത്. സൗദിയും അമേരിക്കയും സംയുക്തമായാണ് ഇറാഖിലെ പല കേന്ദ്രങ്ങളും, ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പല ഭീകര കേന്ദ്രങ്ങളും ആക്രമിക്കുകയും മറ്റും ചെയ്തത്. ഒപ്പം ഇറാനിൽ ഇന്നലെ ആക്രമണം നടന്നിരുന്നു. ഖേഷം ദ്വീപിലുണ്ടായ ആക്രമണത്തിൽ കൊച്ചുകുട്ടി അടക്കം 3 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് വലിയ തോതിലുള്ള മറുപടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് കൃത്യമായ പ്രതികാരം ചെയ്യുമെന്നും അതുമാത്രമല്ല വലിയ വില, കനത്ത വില അമേരിക്ക നൽകേണ്ടി വരുമെന്നുമാണ് ഭീഷണി. ഈ കാർത്തിക്, ജോർദാനിലും മറ്റും നടത്തിയ ആക്രമണം, കുവൈറ്റിലും മറ്റും നടത്തിയ ആക്രമണം അത് തുടരുന്നുണ്ട്. ജോർദാനും കുവൈറ്റും മറ്റും ഇത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പക്ഷേ അപ്പോഴും വലിയ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ സംഭവിച്ചുവെന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. രഞ്ജിത്ത്, പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ജോർദാനിലെ അസ്രാഖ് മിലിറ്ററി ബേസിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ അലി അൽ സലാം എയർബേസിലും ഈ 2 ഇടത്തുമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. IRGC തന്നെയാണ് ഇക്കാര്യം അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം US-ഉം ഇറാനും കഴിഞ്ഞ ദിവസമാണ് പരസ്പരം പ്രത്യാക്രമണം ശക്തമാക്കിയത്. ഇന്നലെ രാവിലെ 2 മണിക്കൂറോളം US നടത്തിയ വ്യോമാക്രമണത്തിൽ തെക്കൻ ഇറാന്റെ വിവിധ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് പ്രത്യാക്രമണത്തിൽ കുവൈറ്റിൽ ഒരു തൊഴിലാളി മരിക്കുന്ന സാഹചര്യമുണ്ടായി. ചൈനീസ് കമ്പനിയുടെ കെട്ടിടമടക്കം തകർന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അങ്ങനെ പശ്ചിമേഷ്യയിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഭീതി വ്യാപകമാകുന്നു, അതായത് ഒരു യുദ്ധഭീതി വ്യാപകമാകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ സമാന്തരമായി നടത്തുന്ന പുതിയ നീക്കങ്ങൾ, ആ നീക്കങ്ങൾ, ഈ ഇത്തരത്തിൽ നാവിക പ്രതിരോധ സഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ, അതിനെയും പുതിയ സാഹചര്യത്തിൽ വേണം വിലയിരുത്താൻ. അതായത്
ഹൂതികളടക്കം നേരത്തെ സൗദി അറേബ്യയെ വെല്ലുവിളിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ബാബൽ മന്ദബിലടക്കം നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി അവർ മുഴക്കി. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം നിലവിലെ സാഹചര്യങ്ങളെ കാണാൻ. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പിന്നാലെ IRGC ഇത്തരത്തിൽ ജോർദാനിലും കുവൈറ്റിലും ആക്രമണം നടത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ശരി, കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.